Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളുമെല്ലാം അതിനൂതന സാങ്കേതിക വിദ്യകളോടെ അതിവേഗം ഇനി സർവീസ് നടത്താം. അങ്കമാലി നഗരമധ്യത്തിൽ ജോ മൊബൈൽ പ്രവർത്തനം തുടങ്ങി. മൊബൈൽ ഫോണുകൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾ പല നഗരങ്ങളിലും നിരവധിയാണ്. അതേസമയം മികച്ച സർവീസിംഗ് സമയബന്ധിതമായി ചെയ്തു നൽകുന്ന സ്ഥാപനങ്ങൾ വിരളവുമാണ്. ഇതിനൊരു പരിഹാരമാവുകയാണ് അങ്കമാലി സെൻട്രൽ ജംഗ്ഷനിൽ ആലുവ റോഡിലുള്ള CJ സ്റ്റേഷനറിക്ക് എതിർവശം ആരംഭിച്ചിരിക്കുന്ന ജോ മൊബൈൽ. സെന്റ് ജോർജ് ബസലിക്ക പള്ളി സഹവികാരി ഫാദർ ജെൻസ് പാലച്ചുവട്ടിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു. സ്നേഹമുള്ളവരെ, അങ്കമാലി പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ജോ എന്ന പേരിൽ ഒരു മൊബൈൽ ഷോപ്പ് ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. അതിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം നടത്താനാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. വളരെ മനോഹരമായി ഈ സ്ഥാപനം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സ്ഥാപനം നടത്തുന്ന ജോഷി ചേട്ടനും കുടുംബാംഗങ്ങൾക്കും ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നല്ലൊരു സേവനം ഈ അങ്കമാലി സമൂഹത്തിൽ, ഈ പട്ടണത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഈ കടപടി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് പുതിയ സംരംഭം ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു മാസം മുമ്പ് ഇതുപോലൊരു മൊബൈൽ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, ഞങ്ങൾ ഭാരവാഹികളെല്ലാവരും ഉണ്ടായിരുന്നു LFന്റെ മുമ്പിൽ. അപ്പം ഞാൻ അന്ന് അവിടെ പറഞ്ഞു, ഇനിയും ഇവിടെ മൊബൈൽ ഷോപ്പുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്, ഒരുപാട് മൊബൈൽ ഷോപ്പുകൾ വരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഏതാണ്ട് അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ടൗണിൽ തന്നെ ഈ ആലുവ റോഡിൽ ഒരു പുതിയ മൊബൈൽ ഷോപ്പ് വന്നിരിക്കുകയാണ്. ഇതൊരു വ്യാപാരമാണ്. വ്യാപാരം എന്ന് പറയുമ്പോൾ ഒരു സംരംഭകൻ ഒരുപാട് പൈസ മുടക്കി ലോൺ എടുത്ത് ലൈസൻസ് എടുത്ത് ടാക്സ് അടച്ച് വ്യാപാരം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ മനോരമയിൽ ഒരു സാമ്പത്തിക വിദഗ്ധൻ പറയുന്നുണ്ട്, നിങ്ങൾ ഏത് തൊഴിൽ ചെയ്യുകയാണെങ്കിലും സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി ചെയ്യണം. നമ്മളിപ്പോൾ ഏത് ജോലി ആയാലും അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആ ജോലി ഒരു ഭാരമായിട്ട് തോന്നും. അപ്പോൾ ഇവിടുത്തെ ചെറുകിട വ്യാപാരികൾക്ക് സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി ഒരു വ്യാപാരം, ഒരു സംരംഭം നടത്താനുള്ള ഒരു അവസരമാണ് സമൂഹം ഇവിടെ ഒരുക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നല്ല മുതൽ മുടക്കി ഒരു ജീവനോപാധി എന്നുള്ള നിലയിൽ, പണ്ടത്തെ കാലത്തെ പോലെയൊന്നുമല്ല, ഇപ്പം എന്ത് കാര്യവും മാർക്കറ്റാണ് നിശ്ചയിക്കുന്നത്. ഇപ്പം എല്ലാവരും വിചാരിക്കും ഒരു വലിയ മൊബൈൽ ഷോപ്പ് തുടങ്ങി ഇവിടെ ഒരു 5000 രൂപ ഒരു മൊബൈൽ വിറ്റാൽ ഏറ്റവും കൂടി ഒരു 500 രൂപ ലാഭം കിട്ടും. ആ 500 രൂപ വേണം ഈ ടാക്സ് കൊടുക്കാനും ശമ്പളക്കാർക്ക് ജോലി കൊടുക്കാനും ഈ പലിശ അടയ്ക്കാനൊക്കെ. അപ്പോൾ കച്ചവടക്കാരുടെ കാര്യം പഴയ പോലെയല്ല. ചെറുകിട കച്ചവടക്കാർ വളരെ കഷ്ടപ്പെട്ട് നല്ലോണം ബുദ്ധിമുട്ടി തന്നെയാണ് ബിസിനസ് ചെയ്യുന്നത്. പക്ഷെ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ഈ സ്ഥാപനം മുന്നോട്ട് പോകട്ടെ. ഈ സ്ഥാപനത്തിന് ഈ ജോ മൊബൈൽ എന്ന സ്ഥാപനത്തിൽ ഇതിൽ ഇതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ സർവീസ് ജോഷി വിദേശത്തൊക്കെ പോയി ഇതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തുള്ള എല്ലാവർക്കും നല്ലൊരു സേവനം കാഴ്ചവെക്കാൻ ജോഷിക്ക് കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ സ്ഥാപനത്തിന് എല്ലാവിധ നന്മകളും നേരുന്നു. അതുപോലെ തന്നെ എന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത് ഞങ്ങളെ വ്യാപാരികളുടെ അംഗീകരിക്കുന്നതാണ് എന്നെ വിളിക്കുന്നത്. ഇവിടുത്തെ വ്യാപാരി സമൂഹത്തിലേക്കാണ് അംഗീകാരം കൊടുക്കുന്നത്. അപ്പോൾ എന്നെ വിളിച്ച് ഈ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു, അതിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ അങ്കമാലിയിലെ മുഴുവൻ വ്യാപാരികളുടെയും പിന്തുണയും ഈ സ്ഥാപനത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജോ മാനേജിംഗ് ഡയറക്ടർ ജോഷി ജോർജ് കാച്ചപ്പള്ളിയും കുടുംബാംഗങ്ങളും വിശിഷ്ട വ്യക്തികളും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി NV പോളച്ചൻ, മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിജു പൂപ്പത്ത്, ഭാരവാഹികളായ തോമസ് കുര്യാക്കോസ്, ഡെന്നി പോൾ, ബിനു തരിയൻ, ഫ്രാൻസിസ് തച്ചിൽ, ഡാൻഡി ജോസ് കാച്ചപ്പള്ളി, MV ആൻഡ്രൂസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു ഡിജിറ്റൽ യുഗത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഈ മൊബൈലിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മണിക്കൂറെങ്കിലും മൊബൈൽ ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മളെല്ലാ കാര്യങ്ങളും നിന്നു പോകും. അപ്പോൾ അവിടെയാണ് ഇത്തരം ഷോപ്പുകളുടെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഒരു മണിക്കൂർ, അരമണിക്കൂർ, ഒരു 10 മിനിറ്റ് പോലും മൊബൈൽ ഇല്ലാതിരുന്നാൽ ഒരു നമ്പർ പോലും ഓർമ്മയുണ്ടാവില്ല, ആരെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, ഒരവസരത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. പെട്ടെന്ന് നമുക്ക് മാനസികമായിട്ട് തന്നെ ഭയങ്കര സമ്മർദ്ദം വരും. ആ സമയത്ത് എത്രയും പെട്ടെന്ന് അത് സർവീസ് ചെയ്ത് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. മൊബൈൽ വാങ്ങുന്നതിനേക്കാളും വലിയ കാര്യമാണ് വാങ്ങിച്ച മൊബൈലിനൊരു കംപ്ലയിൻറ്റ് പറ്റിയാൽ എത്രയും പെട്ടെന്ന് സർവീസ് ചെയ്ത് കിട്ടുക എന്നുള്ളത്.
ആ ഒരു കാര്യത്തിൽ ജോഷി വളരെ സത്യസന്ധതയോടുകൂടി ആ കാര്യങ്ങൾ ചെയ്യും എന്ന് നമുക്ക് വളരെയധികം ഉറപ്പുണ്ട്. അതിൻ്റെ കാരണം കച്ചിൽ കോംപ്ലക്സിൽ ഒരു സ്ഥാപനം നടത്തിയിരുന്നു. ഏതാണ്ട് ഡാൻഡി പ്രസിഡന്റ് കാലത്തായിരുന്നു ഉദ്ഘാടനം. എൻ്റെ ഓർമ്മ 1-2 കൊല്ലത്തോളമായി, അല്ലേ, 2 വർഷത്തോളമായി വളരെ ഭംഗിയായിട്ട് തന്നെ സ്ഥാപനം നടന്നു പോകുന്നു. അപ്പോൾ അത് തന്നെയാണ് നമുക്കിവിടെ ഉദാഹരണമായിട്ട് പറയാവുന്നത്. അപ്പോൾ വീണ്ടും അതിൻ്റെ വളർച്ച കൊണ്ട് തന്നെയായിരിക്കും ഇവിടെ അതിലും കുറച്ചും കൂടി നല്ല സ്ഥലത്ത് ഹൈവേയിൽ തന്നെ ഒരു സ്ഥാപനം എടുത്ത് ആ ഒരു രംഗത്തേക്ക് ജോഷി വീണ്ടും കടന്നു വന്നത്. ജോഷിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നു. വലിയ പ്രതിസന്ധികളിലൂടെയാണ് മൊബൈൽ വ്യാപാരികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം കച്ചവടമൊക്കെ ഓൺലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ സർവീസാണ് മൊബൈൽ വിൽപ്പനയേക്കാൾ കൂടുതൽ കാര്യമായിട്ട് നടക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വിൽപ്പനയൊക്കെ പല പല ഭീമന്മാരുടെ ഇടയിലേക്കും ഓൺലൈനിലേക്കൊക്കെ പോയിരിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷെ സർവീസ് കൃത്യമായി ചെയ്തുകൊണ്ട് അങ്കമാലിയിൽ തന്നെ സ്വന്തമായി ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയ ഒരാളാണ് ജോഷി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുതിയ സ്ഥാപനം ആ വളർച്ചയുടെയും ആ സത്യസന്ധതയുടെയും ആ സർവീസിൻ്റെയൊക്കെ ഫലമായിട്ടാണ് പുതിയൊരു സ്ഥാപനം തുടങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചത്. ഈ സ്ഥാപനവും നല്ല രീതിയിൽ വളർന്നു വരട്ടെ, ഇനിയും ഇതിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും നേർന്നു. ഇപ്പോൾ ഇവിടെ നേരത്തെ പോളച്ചേട്ടൻ പറഞ്ഞ LFൻ്റെ അവിടെ ഓപ്പോസിറ്റ് ജോഷി 2 വർഷം മുമ്പ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. ആ സ്ഥാപനം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നെനിക്ക് നമുക്കൊക്കെ അറിയാം. അതുപോലെ ജോഷിയുടെ പരിചയവും ഇതിനോടുള്ള ഒരു എന്താ പറയുക ഒരു ആത്മാർത്ഥതയും വർക്കിലുള്ള ആത്മാർത്ഥതയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ അങ്കമാലിലെ ആ ഒരു എന്താ പറയുക എങ്ങനെയാണ് ഈ രംഗത്ത് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ഈ സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഇങ്ങനെയുള്ള സ്ഥാപനം വിജയിപ്പിക്കേണ്ടത് എന്നുള്ള കൃത്യമായ അവബോധത്തോടുകൂടിയാണ് ജോഷി ഇന്നിവിടെ ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. പ്രത്യേകമായിട്ട് ആലുവ റോട്ടിൽ ജോളിച്ചേട്ടനോട് വന്നപ്പോൾ പറഞ്ഞു, ആലുവ റോട്ടിൽ നമ്മുടെ എൻ്റെ കടയോട് ചേർന്ന് തന്നെ ഇങ്ങനൊരു സംരംഭം ഇവിടെ ആരംഭിച്ചത് ജോഷിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും എല്ലാ അഭിപ്രായങ്ങളും വെച്ചു നിർത്തുന്നു. പ്രമുഖ കമ്പനികളുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയവയുടെ റിപ്പയറിംഗിലും സർവീസിംഗിലും വിദേശ രാജ്യങ്ങളിലടക്കം 26 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ജോവാൻ ജോ മൊബൈലിന്റെ കൈമുതലെന്ന് മാനേജിംഗ് ഡയറക്ടർ ജോഷി ജോർജ് പറഞ്ഞു. അങ്കമാലിയിലെ കാലടി റോഡിൽ കച്ചിൽ ടവറിൽ കണക്ട് മൊബൈൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ സഹോദര സ്ഥാപനമായിട്ട് തുടങ്ങിയിരിക്കുന്ന ജോവാൻ ജോ മൊബൈൽ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. മെയിനായിട്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ചിപ്പ് ലെവൽ സർവീസ് സെൻ്ററാണ്. മൊബൈൽ, ലാപ്ടോപ്പുകൾ, അതിൻ്റെ മെയിനായിട്ടുള്ള സർവീസുകൾ ചിപ്പ് ലെവൽ 26 വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസും അതുപോലെ ചിപ്പ് ലെവലിൽ പ്രാവീണ്യം നേടിയ ടെക്നീഷ്യന്മാരിൽ നടത്തപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. എല്ലാ കമ്പനികളുടെയും മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഉത്തരവാദിത്വത്തോടെ സർവീസ് നടത്തേണ്ടവർക്ക് ധൈര്യപൂർവ്വം കടന്നു ചെല്ലാവുന്ന സ്ഥാപനമാണ് ജോവാൻ ജോ മൊബൈൽ. 40 മിനിറ്റിനുള്ളിൽ ഫോൺ റിപ്പയർ ചെയ്ത് നൽകുന്നതിന് അതിവിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനമാണ് ജോവാൻ ജോ മൊബൈലിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വാച്ച്, സ്മാർട്ട് വാച്ചുകൾ, അതുപോലെ തന്നെ ഇയർബഡുകൾ അതെല്ലാം നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ്. എല്ലാ ഫോണുകളും ഉത്തരവാദിത്വത്തോടുകൂടി നമ്മൾ റിപ്പയർ ചെയ്ത് കസ്റ്റമർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഫോണുകൾ നമ്മൾ 45 മിനിറ്റിനുള്ളിൽ ഫോൺ റിപ്പയർ ചെയ്ത് കസ്റ്റമറുടെ കയ്യിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ഇവിടെ ഷോപ്പ് വരുന്നത് ആലുവ റോട്ടിൽ CJ സ്റ്റേഷനറിയുടെ ഓപ്പോസിറ്റ് ഗാർഡൻ ഹോട്ടലിന് അടുത്തായിട്ടാണ്. പ്രവർത്തന സമയം രാവിലെ 9 മുതൽ രാത്രി 9 മണി വരെ. ഐഫോൺ, ഐപാഡ് സർവീസിംഗ്, സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ് സർവീസിംഗ്, ചിപ്പ് ലെവൽ സർവീസിംഗ്, സോഫ്റ്റ്വെയർ ആൻഡ് അൺലോക്കിംഗ്, ഡിസ്പ്ലേ ഗ്ലാസ് ചേഞ്ച് എന്നിവയും അതിനൂതനമായ സാങ്കേതിക വിദ്യയോടെ ജോവാൻ ജോ മൊബൈലിൽ ലഭ്യമാകും. സർവീസിംഗിലെ കൃത്യതയും സൂക്ഷ്മതയും ഉറപ്പു നൽകുന്നതിലൂടെ ഉപഭോക്താക്കളുടെ സംതൃപ്തിയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കുന്നു. ഫോൺ, സോഫ്റ്റ്വെയർ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് സർവീസിംഗ് എന്നിവയ്ക്ക് പുറമെ എല്ലാത്തരം ആക്സസറീസും മിതമായ നിരക്കിൽ നൽകുന്നു എന്നതും ജോവാൻ ജോ മൊബൈലിനെ കസ്റ്റമേഴ്സിന് പ്രിയപ്പെട്ടതാക്കുന്നു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിക്ക് എതിർവശം തച്ചിൽ ടവറിൽ പ്രവർത്തിച്ചു വരുന്ന കണക്ട് മൊബൈലിന്റെ സഹോദര സ്ഥാപനം കൂടിയാണ് സെൻട്രൽ ജംഗ്ഷനിലെ ജോവാൻ ജോ മൊബൈൽ. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.